അസ്സലാമലൈക്കും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കൊണ്ടാട്ടം മുളക്, അല്ലെങ്കിൽ മുളക് കൊണ്ടാട്ടം എന്നൊക്കെ പറയും. ആ മുളക് വെച്ചിട്ട് അച്ചാറുണ്ടാക്കാനാട്ടോ. അത് നല്ലെണ്ണയിലൊന്ന് വറുത്ത് കോരിയെടുക്കുകയാണ്, ഒരു കറുമുറ എന്നിരിക്കാൻ വേണ്ടിയിട്ട്. അത് വറുത്ത് മാറ്റിയതിന് ശേഷം അതിലേക്ക് കടുകിട്ടു, പിന്നെ ഉലുവ ഇട്ടു, കറിവേപ്പില ഇട്ടു. അതിന് ശേഷം വലിയ അല്ലി വെളുത്തുള്ളി ആയതുകൊണ്ട് അത് പീസാക്കി അതും ഇട്ടു. അതിന് ശേഷം നമ്മൾ ആ വറുത്ത് കോരി വെച്ചേക്കണ കൊണ്ടാട്ടം മുളക് അതിലേക്ക് ഇട്ടിട്ട് അച്ചാർപ്പൊടി ആട്ടോ ഇവിടെ ഉപയോഗിക്കുന്നത്. സാധാരണ അച്ചാറിടുമ്പോൾ സ്പെഷ്യലായിട്ട് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയൊക്കെ ഇടുവാണ്. ഇതിലേക്ക് അച്ചാർപ്പൊടി ഇട്ടതുകൊണ്ട് നേരിട്ട് അച്ചാർപ്പൊടി ഇട്ടു, പിന്നെ കായപ്പൊടി ഇട്ടു. എന്നിട്ട് സ്റ്റവ് ഓഫാക്കിയിട്ട് വേണം കേട്ടോ ഇതിടാൻ, അല്ലെങ്കിൽ പൊടി കറുത്തു പോവും, കരിഞ്ഞു പോവും. അതിന് ശേഷം നന്നായിട്ട് വെള്ളം തിളപ്പിച്ചിട്ട് നമുക്ക് ആവശ്യത്തിന് വേണ്ട ചാറ് എത്ര വേണോ അത്രയ്ക്കും വെള്ളം ഒഴിക്കണം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അതിന് ശേഷം കേട്ടോ ഉപ്പൊക്കെ ഇടേണ്ടത്. കാരണം ഓൾറെഡി ഇതിൽ കൊണ്ടാട്ടം മുളകിൽ ഉപ്പുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇനിയും ഉപ്പിട്ടാൽ കൂടിപ്പോകുന്നോർത്ത് എല്ലാം കഴിഞ്ഞിട്ട് വേണം ഉപ്പ് ചേർക്കാൻ. പിന്നെ വിനാഗിരി, പുളിയില്ലല്ലോ, ഉപ്പ് മാത്രമേ ഉള്ളൂ ഇതിന്. പുളിയില്ലാത്തതുകൊണ്ട് വിനാഗിരിയും ചേർത്തു. ലാസ്റ്റ് നമ്മൾ ഉപ്പിട്ടൊക്കെ കൊടുത്തു. അതിന് ശേഷം നമ്മൾ ശർക്കര പൊടി ഉണ്ടല്ലോ, അത് വാങ്ങിക്കാൻ കിട്ടും സൂപ്പർ മാർക്കറ്റിലൊക്കെ. അതാട്ടോ 1-2 സ്പൂൺ ഇട്ട് കൊടുക്കണം അതിലേക്ക്, ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലതാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ സംഭവം ഇറക്കി വെച്ചു. കുപ്പിയിലായി, ചൂടാറി സംഭവം കുപ്പിയിലായിട്ടോ. കാരണം ഈ അച്ചാറും കാത്തുകൊണ്ട് ഒരു ടീം ഇവിടെ ഇരിപ്പുണ്ട്, കഞ്ഞി കുടിക്കാൻ പാകത്തിന്. ഇതിൻ്റെ മണം അടിച്ചിട്ട് ഇന്ന് നമ്മുടെ വീട്ടിൽ കഞ്ഞി കേട്ടോ രാത്രിയത്തേക്ക്. കാരണം ആഴ്ചയിലൊരിക്കൽ കഞ്ഞി, നമ്മൾ ഇറച്ചിയും മീനും പച്ചക്കറിയൊക്കെ കഴിക്കും, പക്ഷേ ആഴ്ചയിലൊരിക്കൽ കഞ്ഞി കുടിക്കുന്നത് നല്ലതാട്ടോ. പിള്ളേർക്ക് ഇങ്ങനെയൊക്കെ ഒരു സംഭവം പണ്ട് കാലത്ത് ഉണ്ടായിരുന്നൊക്കെ അറിയണം, നല്ലതാട്ടോ. ഇപ്പോൾ കുഴിമന്തിയും ഷവർമ്മയും ഒക്കെ അല്ലേ അറിയുള്ളൂ. അപ്പോൾ ഇത് നല്ല ആസ്വദിച്ചാട്ടോ അവരെപ്പോഴും കുടിക്കണേ. ആഴ്ചയിലൊരിക്കൽ കഞ്ഞി വയ്ക്കും. കഞ്ഞിയുടെ കോമ്പിനേഷൻ ഈ അച്ചാറും പയറും പപ്പടവും ഒക്കെ തന്നെ. ഭയങ്കര ഇഷ്ടം അവർക്കത് കുടിക്കണേ. അപ്പോൾ നിങ്ങളും ഇതൊക്കെ വീട്ടിൽ ട്രൈ ചെയ്യണേ. എല്ലാവരും ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ. വ്യൂസ് കാണുന്നതിനനുസരിച്ച് സബ്സ്ക്രൈബേഴ്സ് ഇല്ല. അപ്പോൾ ഇനി വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്.